സോ ഗൈസ്, ഇത്രയും റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ് ആണോ? സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാ. സോ ഇത്രയും റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ് ആക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് ക്രാഷ് ആവാനോ അല്ലെങ്കിൽ നല്ല ലാഗ് അടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമ്മളിവിടെ 3 സ്ക്രീൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഫോൾഡർ, നടുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഇപ്പോൾ ഇടാൻ പോണ ഷെയ്ഡേഴ്സും ടെക്സ്റ്റേഴ്സും, പിന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഗെയിം. ഇപ്പോൾ ഒരു മോഡ് ഇട്ടിട്ടില്ല, കണ്ടോ? മോഡ് മീൻസ് ടെക്സ്ചർ, ഷെയ്ഡർ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്ചർ പാക്കുകളാണ് പാട്രിക്സിൻ്റെ ബോണസ്, മോഡൽ, ബേസിക്, ആഡ് ഓൺ, പിന്നെ മോഡേൺ ആർട്സ് എന്ന് പറഞ്ഞാൽ ഇതും. ക്ലിക്ക് ചെയ്യുക, അത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ റിസോഴ്സസ് പാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിലേക്ക് ഇടുക. സോ ഞാൻ ഓൾറെഡി ഇട്ടുകൊണ്ട് ഇനി വീഡിയോ ഇടണില്ല. പിന്നെ ഐട്രേഷൻ്റെ ഇതും ഡ്രാഗ് ചെയ്ത് ഷെയ്ഡർ പാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിലിടുക. സോ ഗൈസ്, ഇതിനു മുമ്പ് ഐറിഷും സോഡിയോ നിങ്ങൾ എന്തായാലും ഇട്ട് വെച്ചിരിക്കണം. ഗൈസ്, ഇനി മൈൻക്രാഫ്റ്റിലേക്ക് പോവുക. എന്നിട്ട് സോ ഇപ്പോൾ കണ്ടല്ലോ, ഒരു മോഡുമില്ല, TNT ഒക്കെ വെച്ചാണ് തരാം. ഒരു മോഡില്ല, സാധാ മൈൻക്രാഫ്റ്റ് ആണ്. ഒരു ഷെയ്ഡറും ഇല്ല, ഒരു ടെക്സ്ചർ പാക്കൊന്നും ഇല്ല, സാധാ മൈൻക്രാഫ്റ്റ്. സോ ഗൈസ്, ഇനി നമുക്കിനി മോഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി മൈൻക്രാഫ്റ്റ് ഡയറക്ടറിയിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇനി എസ്കേപ്പ് കുത്തിയിട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ബട്ടൺ കുത്താം, വീഡിയോ സെറ്റിങ്സ് കുത്താം. ഇതിനു മുമ്പ് സോഡിയോ ഐറിസ് ഇട്ടവർക്കാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുള്ളൂ. എന്നിട്ട് ഷെയ്ഡർ പാക്സ് എടുക്കുക. എന്നിട്ട് ഐട്രേഷൻ, ഇത്രയൊന്നും നിങ്ങളുടെ ഉണ്ടാവില്ല, കാരണം ഞാനിത് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് പണ്ട്. സോ ഇപ്പം നമ്മൾ ഇട്ടതാണ് ഈ ഐട്രേഷൻ T എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അപ്ലൈ കുത്തുക. സോ ഓൾറെഡി ഇപ്പം ഇത്രയും ഒരു ഷെയ്ഡർ മാത്രമായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതി. GPU ഒന്നും ഇല്ലെങ്കിൽ ഇത് മതി എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ടെക്സ്ചറിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ലൈറ്റ്നിങ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. സൂര്യൻ്റെയും ക്ലൗഡ്സ് അങ്ങനത്തെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വീണ്ടും എസ്കേപ്പ്, ഓപ്ഷൻസ്, റിസോഴ്സസ് പാക്ക് എടുക്കുക. ഞാൻ ഇത് മുമ്പ് ഇട്ട് വെച്ചേക്കണതാണ് കേട്ടോ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം നമ്മളിൽ വരുന്നത് ഇതായിരിക്കും. സോ ഇതിൽ ആദ്യം ഇടേണ്ടത് പാട്രിക്സ് ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് അങ്ങോട്ട് ഈ ബട്ടൺ കുത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് പോകും. ഇനി എക്സ് പ്ലസ് ഈ സാധനം മോഡൽ, പിന്നെ മോഡേൺ ആർട്സ് എന്ന് പറഞ്ഞാൽ ഇത് വേണം ഏറ്റവും ആദ്യം വന്ന് എടുക്കാൻ. എന്നിട്ട് ഡണ്ണ് കുത്തുക. ത്രീ ടു വൺ. ഓ സോ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് TNTയുടെ മാറ്റം കാണാം. സോ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് TNT കാണാണ്ട. ഇനി നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് വീഡിയോ സെറ്റിങ്സ്, ഷെയ്ഡർ പാക്ക് സെറ്റിങ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് അൾട്രയിൽ ഇട്ടേക്കണേ, എക്സ്ട്രീമിൽ ഇട്ട് കാണിച്ചു തരാം. വലിയ വ്യത്യാസം ഉണ്ടാവില്ല അൾട്രയും എക്സ്ട്രീമും തമ്മിൽ. പുല്ലിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്.